ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ മുട്ടമാല തലശ്ശേരിയുള്ള സ്പെഷ്യലായിട്ടുള്ള കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാല നല്ല കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ഫ്ലോപ്പ് ആകാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 10 മുട്ടനെ നമ്മൾ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് മുട്ടൻ്റെ മഞ്ഞ പൊട്ടാതെ നോക്കുക കേട്ടോ. കാരണം വെള്ളയിൽ പൊട്ടാതെ നോക്കുക. എന്നിട്ട് നമ്മൾ വേറെ വേറെ ആക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു അരിപ്പയിലിട്ട് വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് ആകുമ്പോൾ നമുക്കതിന് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി നമ്മുടെ മുട്ടൻ്റെ വെള്ള മഞ്ഞയും വേറെ വേറെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടൻ്റെ വെള്ളയിനാണ് ചെയ്യുന്നുള്ളത്. മുട്ടൻ്റെ വെള്ളയിലേക്ക് ഇനി മിക്സിൻ്റെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ മുട്ടൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരക്കപ്പ് നമ്മുടെ പാൽപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ അപ്പച്ചമ്പിൽ ഇതൊന്ന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുക. 15 മിനിറ്റ്സ് വെച്ചാൽ മതി. നന്നായിട്ട് ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ മുട്ടൻ്റെ മഞ്ഞ കലക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതൊരു അളൂലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോളുള്ളൊരു കുപ്പിയിലോ ഇട്ടിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്തിട്ട് ഫ്ലെയിം കുറക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് വേണം ജസ്റ്റ് അപ്പം തന്നെ ആവും. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ മഞ്ഞ വെന്തിട്ട് കിട്ടും, മാലയായിട്ട് കിട്ടും. എന്നിട്ട് തിരിച്ചു മറിച്ചു എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഷുഗർ സിറപ്പിൽ നിന്ന് കോരാം. ഈ സമയത്ത് നമുക്ക് വെള്ളം ആറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതെല്ലാം നമുക്ക് സീറ കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാല യെല്ലോ കുറയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളിത് ഒരിക്കൽ കോരിയതിന് ശേഷം വീണ്ടും നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, വീണ്ടും ഒന്ന് തിളപ്പിക്കുക, വീണ്ടും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ വൈറ്റ് എന്തായി നോക്കാം. നമ്മുടെ വൈറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ ഷേപ്പാക്കി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.